ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं श्रीकृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत. നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 11-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം മുതൽക്കാം. ശ്രീ ഭഗവാൻ ഉവാച പശ്യ മേ പാർത്ഥരൂപാണി സദസോഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്രീ ഭഗവാൻ ഉവാച പശ്യ മേ പാർത്ഥരൂപാണി സദസോഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. രൂപശ്രീ മാതാജി. हरे कृष्ण प्रभु जी. श्री भगवानुवाच पश्य मे पार्थरूपाणि शतशोधा सहस्रशः नानाविधानि दिव्यानि नानावर्णाकृतीनि च. सिमी माताजी. हरे कृष्णा. श्री भगवानुवाच पश्य मे पार्थरूपाणि शतशोथा सहस्रशः नानाविधानि दिव्यानि नानावर्णाकृतीनि च. Very good. And Uttama Bhakti Mataji and Prabhu. हरे कृष्ण प्रभु जी. पश्य मे पार्थरूपाणि शतशो अथ सहस्रशः नानाविधानि दिव्यानि नानावर्णाकृतीनि च. पश्य मे पार्थरूपाणि शतशो अथ सहस्रशः नानाविधानि दिव्यानि नानावर्णाकृतीनि च. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ആരെങ്കിലും വായിക്കും? പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലും ഉള്ള എന്റെ 1000 ദിവ്യ രൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. Very good. The Supreme Personality of Godhead said, My dear Arjuna, O son of Pritha, see now my opulences, hundreds of thousands of varied, divine and multicolored forms. ഭഗവാൻ വിരാട് രൂപം കാണിക്കാൻ പോവാണ്. നീ കാണാൻ തയ്യാറായി ഇരുന്നോളെ. എന്തൊക്കെയാണ്? ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് വേരിഡ് ഡിവൈൻ ആൻഡ് മൾട്ടികളേർഡ് ഫോംസ്. തയ്യാറായിട്ട് ഇരുന്നോളാണ് പറയുന്നത്. Arjuna wanted to see Krishna in his universal form, which, although a transcendental form, is just manifested for the cosmic manifestation and is therefore subject to the temporary time of this material nature. എന്താണ് പ്രഭുപാദ ഇവിടെ പർപ്പോട്ടിൽ പറയുന്ന ഭാവാർത്ഥത്തിൽ പറയുന്നത് വെച്ചാൽ, ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോം അത് കാണാൻ അർജുനൻ ആഗ്രഹിച്ചു. അത് ട്രാൻസെൻഡന്റൽ ഫോമാണ്, ദിവ്യമായിട്ടുള്ള രൂപമാണെങ്കിലും എന്താണ്, ഈ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം കാണിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇതിന്റെ ഒരു എറ്റേണൽ എക്സിസ്റ്റൻസ് എവിടെയില്ല. അതായത് ഭഗവാന്റെ ഒപ്പുലൻസ്, ഡിവൈൻ ഒപ്പുലൻസസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന്
കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഫോം. അതായത് ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. മഥാ പരതരം നാന്യത് കിഞ്ചിരസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണായവ. ഞാനല്ലാണ്ട് വേറൊരു സത്യമില്ല. അപ്പോ എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ എൻ്റെ ശക്തി മുഖേനയുള്ള ഒരു എക്സിബിഷനാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഭഗവാന്റെ അതായത് പ്രസൻസ്, സാന്നിധ്യം നമുക്ക് ഓരോന്നിലും കാണാം. ആ ഒരു തലത്തിലാണ് എല്ലാവരും എല്ലാം ഭഗവാനാണെന്ന് കാണുന്നത്. ഓക്കെ, എല്ലാം ഭഗവാൻ. ഇപ്പോ നമ്മള് പറയണ്ടേ ഭഗവാനെ നമ്മൾ എല്ലാറ്റിലും കാണാം. പക്ഷെ എല്ലാം ഭഗവാന്റെ റെപ്രസെന്റേഷൻ ആണോ? യെസ്, ഒരു തരത്തില് യെസ് പറയാം, അല്ല എന്നും പറയാം. ഒരു സാധാരണ റോഡിൽ കിടക്കുന്ന ഒരു കല്ലിനെ നമ്മള് ഭഗവാനായിട്ട് കണ്ട് അതിനെ ഉപാസിക്കുമോ? ഇല്ല. പക്ഷെ ഒരു ക്ഷേത്രത്തില് ഉള്ള ഒരു ഭഗവാന്റെ ആ വിഗ്രഹം, അതും കല്ലുകൊണ്ടാണ്. പക്ഷെ അതിനെ നമ്മള് ഭഗവാനായിട്ട് കാണുന്നുണ്ട്. രണ്ടും കല്ലാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഒന്ന് ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ശാസ്ത്രപ്രകാരം, ഭഗവാൻ പറഞ്ഞ പ്രകാരം പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഭഗവാനെ ആവാഹിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ്. അതിനെ എന്താണ് അർച്ചവിഗ്രഹം എന്ന് പറയുന്നു. പക്ഷെ അതേ കല്ല് നമ്മൾ റോഡിൽ കടന്നാൽ അതിന് നമ്മൾ ഭഗവാനെ കാണില്ല. ഭഗവാന്റെ ശക്തിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാറ്റിനെയും നമ്മൾ ഭഗവാനായിട്ട് കാണാൻ പറ്റില്ല. അല്ലെ? ഭഗവാന്റെ റിപ്രസന്റേഷൻ പറഞ്ഞാൽ അത് വിധിപ്രകാരം, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരു അർച്ചവിഗ്രഹമായാൽ മാത്രമേ അതിനെ നമുക്ക് ഭഗവാനെ കാണും. എല്ലാം ഭഗവാന്റെ ശക്തി ആണെങ്കിൽ കൂടിയിട്ട് എല്ലാം പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതുകൊണ്ട് എല്ലാവരും ഒരു കൺഫ്യൂഷനില്. അതും ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്. യെസ്, ഒരു തലത്തിൽ നോക്കിയാൽ എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ അത് ഭഗവാനല്ല, ഭഗവാന്റെ ശക്തി അതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ക്രിയേഷനാണ്. ഭഗവാനാണ് ഈ എല്ലാ എലിമെന്റ്സും സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെ? ഭൂമി, റാപ്പോ, അനലോ, വായു ഒക്കെ. ഭഗവാൻ ഇല്ലെങ്കിൽ അതൊന്നും വരില്ല. അപ്പൊ നമ്മള് ആ ഭഗവാൻ തന്നിട്ടുള്ള എലിമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും അതുകൊണ്ടുണ്ടാക്കുന്നു. ഭഗവാൻ തന്നിട്ടുള്ള ഈ എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അല്ലെ? ഒരുപാട് വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു, റോഡ്സ് ഉണ്ടാക്കുന്നു, ഒരുപാട് ഇതെല്ലാം ഭഗവാന്റെ ഇൻഡയറക്റ്റ് ശക്തി തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ എന്റെ വീട് ഭഗവാനാണെന്ന് പറഞ്ഞാലോ, ഭഗവാന്റെ വേറെ രൂപമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ ഭഗവാന്റെ എനർജിയാണ്, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയാണ് ഇതെല്ലാം. പക്ഷെ അത് ഭഗവാനല്ല. ഭഗവാനെ നമ്മൾ ഉപാസിക്കുന്ന പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഭഗവാൻ ഡയറക്റ്റ്ലി നമ്മൾ ഇവിടെ പ്രത്യക്ഷപ്പെടണം, അപ്പൊ അല്ലെങ്കിൽ ഭഗവാന്റെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള അർച്ചവിഗ്രഹം, അതും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാതെ കാണണം. കാരണം വെച്ചാൽ ഭഗവാൻ അതിൽ പ്രഭാതോട് ഡിസൈപ്പിൾസ് ചോദിച്ചു, സോ ദ ലോർഡ് ഈസ് ഇൻ ദിസ് വിഗ്രഹ? നോ. എന്താ പ്രഭാത് പറഞ്ഞറിയോ? ലോർഡ് ഈസ് നോട്ട് ഇൻ ദിസ് വിഗ്രഹ. ദിസ് വിഗ്രഹ ഈസ് ലോർഡ് ഹിംസെൽഫ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വിഗ്രഹ ആൻഡ് ദ ലോർഡ്. ലോർഡ് അതിൽ വന്ന് കയറിയിരിക്കല്ല വിഗ്രഹത്തില്. സോ വെനിറ്റ് പ്രാണപ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മൾ എപ്പോഴും നിത്യേന ഉപാസിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും അതിലുണ്ടായിരിക്കും. അപ്പൊ ആ മൂർത്തിയും ഭഗവാനും തമ്മിൽ നമ്മൾ അന്തരം കാണാൻ പാടില്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ലോർഡ് ഈസ് ഇൻ ദാറ്റ് വിഗ്രഹ, ദാറ്റ് വിഗ്രഹ ഈസ് ലോർഡ് ഓൺലി. വി ഷുഡ് നോട്ട് ഡിഫറൻഷിയേറ്റ്. അപ്പൊ അതേസമയം അതും കല്ലാണ്. റോഡില് നമ്മളൊരു പില്ലർ ഉണ്ടാക്കുന്നത് അതും കല്ല് തന്നെയാണ്. പക്ഷെ ആ പില്ലറിനെ നമ്മൾ ഭഗവാനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭഗവാന്റെ എനർജിയാണ്. ഭഗവാൻ തരുന്നതാണ് ഭൂമി, ആപ്പോ, അനലോ, വായു, കം, അതായത് എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. അപ്പൊ ഇതിനെല്ലാം ഭഗവാന്റെ ശക്തിയായിട്ട് കാണണം. ഭഗവാൻ അല്ലാണ്ട്, ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അപ്പൊ ആ ഒരു മാനിഫെസ്റ്റേഷൻ എസ്പെഷ്യലി ആർക്ക് വേണ്ടിയിട്ടാണ്? അർജുനന് വേണ്ടിയിട്ടല്ല, നിരീശ്വരവാദികൾക്ക് വേണ്ടിയിട്ട്. ഭഗവാൻ ഇല്ല, അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കിക്കൂടെ ഒരു സൂപ്പർ പവർ ഉണ്ട്, ഭഗവാൻ ഉണ്ട്, ഇതിനൊരു കൺട്രോളർ ഉണ്ട്, ഇത് തന്നെ പൊട്ടിമുളച്ചതല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ കോസ്മിക് മാനിഫെസ്റ്റേഷൻ. അത് ട്രാൻസെൻഡന്റൽ ആണെങ്കിലും കൂടിയിട്ട് അതിനെന്താണ്? അത് ടെമ്പററി ആണ്, എറ്റേണൽ എക്സിസ്റ്റൻസ് ഇല്ല. അതായത് ആധ്യാത്മിക ലോകത്തില് ഇങ്ങനൊരു വിരാട് രൂപം ഇല്ല. അപ്പൊ ഇത് ടെമ്പററി ആയിട്ട് ഭൗതിക ലോകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്.
Okay. So as the material nature is manifested and not manifested, similarly, this universal form of Krishna is manifested and non manifested. Okay. ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം മാനിഫെസ്റ്റഡ് അൺമാനിഫെസ്റ്റഡ്, മാനിഫെസ്റ്റഡ് നടക്കുന്നു, അൺമാനിഫെസ്റ്റഡ്. അതായത് ഓരോ മഹാവിഷ്ണുവിന്റെ ശ്വാസം വിടുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നു, ശ്വാസം തിരിച്ചു വലിക്കുമ്പോൾ അൺമാനിഫെസ്റ്റേഷൻ നടക്കുന്നു. അതാണ് മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഈ പ്രപഞ്ചം മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിന്റെ ഫ്രീക്വൻസി എന്ന്, എന്താണ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ ബ്രീതിങ് ഔട്ട് മാനിഫെസ്റ്റേഷൻ, ബ്രീതിങ് ഇൻ അൺമാനിഫെസ്റ്റേഷൻ. അതാണ് ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് എറ്റേണലി സിറ്റുവേറ്റഡ് ഇൻ ദ സ്പിരിച്വൽ സ്കൈ ലൈക്ക് കൃഷ്ണാസ് അതർ ഫോംസ്. അപ്പോൾ ഭഗവാന്റെ മറ്റ് അവതാരങ്ങളെ പോലെ ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനെ ഒരു വിരാട് രൂപം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തികച്ചും ഇത് ടെമ്പററി ആണ്. ആൾദോ ഇറ്റ് ഈസ് ട്രാൻസെൻഡന്റ്, ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ആയതുകൊണ്ട് അത് ദിവ്യമാണ്. സോ ആസ് ഫാർ ആസ് ഡിവോട്ടി ഈസ് കൺസേൺഡ്, ഹി ഈസ് നോട്ട് ഈഗർ ടു സീ ദ യൂണിവേഴ്സൽ ഫോം, ബട്ട് because Arjuna wanted to see Krishna in this way, Krishna reveals this form. Okay. അർജുനൻ ആഗ്രഹിച്ചു ഭഗവാന്റെ ഓപ്പുലൻസ്, ഐശ്വര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ അത് റിവീൽ ചെയ്ത് കൊടുത്തു. എങ്കിലും കൂടി അർജുനനെ അറിയാം. പക്ഷെ അർജുനൻ സാധാരണ ജനങ്ങളായ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും. എന്നുവെച്ചാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? ആ ചോദ്യങ്ങളെല്ലാം അർജുനന്റെ ആക്ച്വൽ ചോദ്യങ്ങളല്ല, സാധാരണ ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. അപ്പൊ അർജുനനെ അവിടെ ഒരു ഉപകരണമാക്കി, ഇൻസ്ട്രുമെന്റ് ആക്കി എന്നല്ലാതെ അതിലുപരിയല്ല. അർജുനനെല്ലാം അറിയാം. കാരണം അർജുനൻ ആദ്യത്തെ സമയമല്ല ഭഗവാന്റെ കൂടെ വരുന്നത്. എത്രയോ ജന്മങ്ങൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ അറിയാം അർജുനന്. പക്ഷേ ആ യോഗമായ കർട്ടൻ ഭഗവാൻ അർജുനന്റെ മുന്നിലിട്ടപ്പോൾ അർജുനന് കൺഫ്യൂഷനായി, പെർപ്ലക്സ്ഡ് ആയി. അപ്പോൾ ഓരോ സംശയങ്ങൾ, നമ്മുടെ സംശയങ്ങൾ അർജുനന്റെ മനസ്സിൽ ഉദിച്ചു. അത് ചോദിച്ചു നമുക്ക് വേണ്ടിയിട്ട്. So as far as a devotee is concerned, he is not eager to see the universal form, but because Arjuna wanted to see Krishna in this way, Krishna reveals this form. This universal form is not possible to be seen by any ordinary man. Krishna must give one power to see it. അപ്പൊ ഇത് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. അതിനുള്ള ദിവ്യമായിട്ടുള്ള ഒരു ദൃഷ്ടി, വിഷൻ നമുക്ക് ആർക്കുമില്ല. അപ്പോ അർജുനെ പോലുള്ള എക്സോൾട്ടഡ് ഡിവോട്ടീസ്, ഭഗവാൻ ആർക്കൊക്കെ ഈ ദിവ്യദർശനം കൊടുക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചാൽ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അർജുനന് ഭാഗ്യമുണ്ടായി. അപ്പോ ഈ യൂണിവേഴ്സൽ ഫോം സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അർജുനൻ ഇത് കണ്ട ശേഷം അതിനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിലും അർജുനൻ ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എത്ര ആയിരം തലകളാണ്, കൈകളാണ്, കാലുകളാണ്, കണ്ണുകളാണ്. പറഞ്ഞില്ലേ, ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, വെരി ഡിവൈൻ ആൻഡ് മൾട്ടി കളേർഡ് ഫോംസ്. അത് ഇങ്ങനത്തെ ആ രൂപം കാണുമ്പോ എന്താണ്, നമുക്ക് പേടിയാണ് തോന്നുന്നത് അല്ലേ? ആയിരം കണ്ണുകളും നാവുകളും കാലുകളും കൈകളും ആ ഒരു ഫോംസ് ആർക്കെങ്കിലും മനസ്സിനൊരു സന്തോഷം തോന്നും, പേടിയല്ലേ തോന്നുന്നു? അപ്പൊ നമ്മള് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോയ ഭദ്രകാളി കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നുന്നു, പേടി തോന്നും? പേടി തോന്നും. കാണിച്ചാൽ നാവെല്ലാം പുറത്തേക്കിട്ട് കുറെ കൈകളും വാളും അതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഫോം ആർക്ക് പേടി ജനിപ്പിക്കാത്തത്? എല്ലാവർക്കും പേടി. അപ്പൊ ഭഗവാന്റെ പല രൂപങ്ങളുണ്ട്. ആ രൂപത്തില് ഗാസ്ലി ഫോംസും ഉണ്ട്. അത് ഇവിടെയും അതേപോലെയാണ്, ഗാസ്ലി ഫോമാണ് ഒരു തരത്തിൽ. അതുകൊണ്ടാണല്ലോ അർജുനൻ പറയുന്നത് എനിക്ക് പേടിയാവുന്നു കണ്ടിട്ട്, സാധാരണ ഫോമില് ഇറങ്ങി വരാൻ വേണ്ടി പറയുന്നത്. ടെക്സ്റ്റ് 6. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അസ്വേനൗമരുതസ്തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാചര്യാണി ഭാരതാം. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അസ്വിനൗ മരുതസ്തഥാം ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരതാം. ഓക്കെ, ശാന്തൻ പ്രഭു മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. Please. പശ്യാദിത്യാൻ വസൂൻ രുദ്രാന അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യാദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. Very good. മീനിങ് വായിക്കായിരുന്നു. പശ്യാദിത്യാൻ വസുൻ രുദ്രാൻ അശ്വനൗ മരുതസ്തതാം ബഹൂന്യാദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. Very good. Babita Mataji. Hare Krishna Prabhuji. Hare Krishna. Pashyadityan vasun rudran avisyan ashvinu marutasthadam bahunya adrusta purvani pasyacharani bharata. Very good. Simi Mataji. पश्यादित्यान् वसून् रुद्रान् अश्विनौ मारुतस्तथा बहूनि अदृष्टपूर्वाणि पश्याश्चर्याणि भारत. Very good. Yogeshwari Mataji. ഹരേ കൃഷ്ണ പ്രഭുജി. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യാദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. അതിന്റെ translation. ഭാരതശ്രേഷ്ഠ, ഇതാ ആദിത്യർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. ഹരേ കൃഷ്ണ. Very good. Oh, best of the Bharatas. See here the different manifestations of Adityas, Vasus, Rudras, Aswini Kumaras, and all other demigods. Behold the many wonderful things which no one has ever seen or heard of before. Arjunada, behold, കാണാൻ എല്ലാവരും ഉണ്ട്. ആദിത്യന്മാരുണ്ട്, വസുക്കളുണ്ട്, രുദ്രന്മാരുണ്ട്, അശ്വിനി കുമാരനുണ്ട്, എല്ലാ ദേവതന്മാരുണ്ട്. അപ്പൊ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം കണ്ടോളാം. ആരും ഇത് മുമ്പ് കണ്ടിട്ടില്ല. has ever seen or heard of before. ഇങ്ങനത്തെ ഒരു വിരാട് രൂപത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. So behold it. So even though Arjuna was a personal friend of Krishna and the most advanced of learned man, it was still not possible for him to know everything about Krishna. Here it is stated that humans have neither heard nor known of all these forms and manifestations. Now Krishna revealed these wonderful forms. Prabhu, the purport വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഒരു ഫോമിനെ പറ്റിയിട്ട്, ഇങ്ങനത്തെ ഒരു ഭഗവാന്റെ രൂപത്തിനെ പറ്റിയിട്ട് മാനിഫെസ്റ്റേഷൻ പറ്റി ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ അർജുനൻ ഭഗവാന്റെ നമ്മ സുഹൃത്താണ്. ആൻഡ് മോസ്റ്റ് അഡ്വാൻസ് ഓഫ് ലേൺഡ് മാൻ. അർജുനൻ എൻ്റെ തലം എന്ന് പറഞ്ഞാൽ അർജുനൻ എക്സോൾട്ടഡ് ഡിവോട്ടിയാണ്. അർജുനോട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലേ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ABC ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഹി നോസ് ഹീസ് എ ഫ്രണ്ട് ഓഫ് കൃഷ്ണ. ഭഗവാന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഭഗവാന്റെ ഏകദേശം ആ ലെവലിലെ ഒരു കാറ്റഗറിയിൽ വരണ്ടേ. ഭഗവാനല്ല എങ്കിലും വേണ്ടിയിട്ട് അതായത് ഭഗവാന് വീരരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരും ഈക്വൽ അല്ല. അപ്പൊ സ്വന്തം ആൾക്കാരെ അവിടുന്ന് പറഞ്ഞു വെച്ചു, ജയവിജയന്മാരെ. സമ്മാട്ട് ഒരു മാച്ച് വേണ്ടേ, അല്ലാണ്ട് വെറുതെ വലിയൊരു ഹാഫ്റ്റി മാൻ ചെറിയൊരു കുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ അതേപോലെ ഭഗവാന്റെ ഫ്രണ്ട് പറയുമ്പോൾ ഏകദേശം ആ ഒരു എക്സോൾട്ടഡ് പൊസിഷൻ. അപ്പൊ അർജുനോട് നമ്മൾ സാധാരണ പറയുന്ന പോലെ രാവിലെ എഴുന്നേച്ചാൽ പല്ല് തേക്കണം, കുളിക്കണം, അത് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? യു ആർ നോട്ട് ദിസ് ബോഡി, യു ആർ ദ സോൾ. ആത്മാവിനെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. സെൽഫ് എന്താണ്? മറ്റുള്ള മതങ്ങളിൽ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? സെമറ്റിക് റിലിജൻ എന്ത്? ഈ ബോഡിയിൽ നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെ? ആത്മാവിന്റെ തലത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് ഉപരിതലത്തിൽ നിൽക്കും എന്തെങ്കിലും ആത്മാവിനെ പറഞ്ഞാൽ തന്നെ. പക്ഷെ ഇത് ഫുൾ ഡീറ്റെയിൽ ആണ് ആത്മാവ്. ആത്മാവ് ആരാണ്, ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, കർമ്മഫലം എന്താണ്, പ്രകൃതി എന്താണ്, അല്ലെ?
ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് ഇറ്റ്സ് എ വെരി ഹൈ റേഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ അയ്യോ നുണ പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ആൾറെഡി അത് തലം കഴിഞ്ഞു അല്ലെ. ഒരു സെൻസുവൽ ലെവലിലല്ല, മെന്റൽ ലെവലിലല്ല, ആൻഡ് ഇന്റലക്ച്വൽ ലെവൽ, സ്പിരിച്വൽ ലെവലിലേക്കാണ് പോയിരിക്കുന്നത് കാര്യങ്ങൾ. നമ്മളുടെ ലെവൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ സെൻസുവൽ ലെവലിലാണ്. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യും. അത് ലോവർ ആയിട്ടുള്ളത്. അതിലും ഹയർ ആണ് ഒരു മെന്റൽ ലെവലില്, കുറച്ചുകൂടി തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ്, അക്സെപ്റ്റിംഗ്, റിജക്റ്റിംഗ്, കുറച്ചുകൂടി ഹയർ ലെവലില്. അത് ഗ്രോസ് നിന്ന് സട്ടിലേക്ക് പോവാണ്. അതിലും ഹയർ ആണ് ഇന്റലിജൻസ്. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ ചെയ്യാനുള്ള പവറും, എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ആ കഴിവും, അതായത് നമ്മളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഉയർന്നു വരും. അതിനും മീതെയാണ്. ഇപ്പൊ ഇന്റലിജൻസ് ശരിക്കും ഭഗവാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് സത്വഗുണത്തിലായിരിക്കണം. അപ്പോഴാണ് ഇന്റലിജൻസ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു രുചി, ടേസ്റ്റ് കിട്ടുള്ളൂ. തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ ഭഗവാനെ പറ്റി അറിയും വേണ്ട. അഥവാ നീ അറിയാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് എന്തെല്ലാം ഭഗവാൻ ചെയ്യാൻ പറ്റും ആ തലത്തിലുള്ള ഒരു അന്വേഷണം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, നല്ല കുടുംബം വേണം, ആ തലത്തിലേക്ക്, അതായത് സ്ഥൂലമായിട്ടുള്ള ഗ്രോസ് ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഇല്ല. അതിലപ്പുറം ഭഗവാനെ വേണ്ട. പ്രഭാത പറയുന്ന പോലെ ഭഗവാൻ, കൃഷ്ണ ഇസ് അവർ ഓർഡർ സപ്ലയർ. അതാണ് മിക്ക ആൾക്കാരും. നമ്മൾ ആഗ്രഹിക്കുന്നു, കൃഷ്ണ അത് സഫലീകരിച്ചു തരുന്നു. അതിനുവേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു അല്ലെ, അർച്ചന, അതേപോലെ എന്തെങ്കിലും ഒരുപാട് ഹോമങ്ങളും യജ്ഞങ്ങളും അതൊക്കെ കഴിക്കുന്നതിന് ഭഗവാനോട് പ്രീതി ഉണ്ടായിട്ടാണ്. ഭഗവാനോട് പ്രീതി എപ്പോഴാണ് വരാൻ? നമ്മൾ മിനിമം സത്വഗുണത്തിലായിരിക്കണം. അപ്പോഴാണ് നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നതും വഴിപാട് കളിക്കുന്നതും ഹോമയജ്ഞാദികൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതുമല്ല. പക്ഷെ നമ്മൾ സത്വഗുണത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് മാറും. അപ്പോ അർജുനെ സംബന്ധിച്ചോളം അർജുന ഒരു സാധാരണ വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത കൂട്ടുകാരുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പൊ എങ്കിലും കൂടി എല്ലാം അറിയാൻ, കൃഷ്ണന്റെ എല്ലാം അറിയാൻ ഉള്ളതുമില്ല. ഭഗവാൻ എല്ലാവർക്കും എല്ലാം പറഞ്ഞു, എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഗുരുവിന് ശിഷ്യന്റെ കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം എന്ന് പറയാൻ പറ്റുമോ? പ്രഭുപാദനോട് ചോദിച്ചു ഡിസൈപ്പിൾസ്, ഓക്കെ, ഗുരുവിനെ എല്ലാം അറിയാം, എല്ലാം അറിയിച്ചാൽ അതായത് ഇന്നലെ രാവിലെ എന്താണ് പ്രസാദം കഴിച്ചത് അത് പറയാൻ പറ്റുമോ? ഇന്നലെ ഏത് ഡ്രസ്സാണ് ഇട്ടത് അറിയാൻ പറ്റുമോ? അതല്ല അതറിയില്ലല്ല ഗുരുവിന്റെ കാര്യം. ഗുരു തന്റെ ശിഷ്യൻ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്ത് സംശയം, ഇതല്ല. തൻ്റെ ശിഷ്യന്റെ നില, അതായത് ആധ്യാത്മിക തലത്തിലുള്ള അറിവ്, എത്രത്തോളം അറിവ് പകർന്നു കൊടുക്കണം, എങ്ങനെ അവരെ ഉദ്ധരിക്കാൻ, ഓക്കെ, ആ കാര്യങ്ങളിലാണ് ഗുരുവിന് അറിവ് വേണ്ടത്. അതേ അറിയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഇന്നലെ എന്ത് കഴിച്ചു, എവിടെ പോയി, അതല്ല അറിയേണ്ടത്. അപ്പൊ തൻ്റെ ശിഷ്യന്മാരെ ശരിക്കുള്ള ആ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെല്ലാം അവർക്ക് അറിവുണ്ട്, അവരുടെ ടാലന്റ് എന്താണ്, അവർക്ക് എങ്ങനെയാണ് അവരെ ഉദ്ധരിക്കാൻ, അങ്ങനെ അവരെ ലിബറേറ്റ് ചെയ്യേണ്ടത് ഈ ഭൗതിക ലോകത്തിന്, അതിനുവേണ്ടി ഗുരു എന്തെല്ലാം ചെയ്യണം, എന്ത് സഹായം ചെയ്യണം, ഇതാണ് ഗുരുവിന്റെ മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ വേറെ ഭൗതിക തലത്തിലുള്ള ചില ശിഷ്യന്മാർ ചെന്ന് ചോദിക്കും ഗുരുവിനോട്, ഗുരുമാരെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എപ്പോഴാ കിട്ടുക പറയാൻ പറ്റൂ? അപ്പോ അല്ലെങ്കിൽ എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എപ്പോഴാ എന്റെ കല്യാണം കഴിഞ്ഞ? ഇതൊന്നും ഗുരുവിന്റെ ബിസിനസ് അല്ല. അതേപോലെ ഇവിടെ ഭഗവാന്റെ ഉത്തമ സുഹൃത്താണ് അർജുനൻ. അപ്പൊ അർജുനന് എന്തെല്ലാം അറിവ് കൊടുക്കണം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഫോർ ഹിം ടു നോ എവറിഥിങ് അബൌട്ട് കൃഷ്ണ, ഇറ്റ് വാസ് സ്റ്റിൽ നോട്ട് പോസിബിൾ ഫോർ ഹിം ടു നോ എവറിഥിങ് അബൌട്ട് കൃഷ്ണ. അപ്പൊ എത്രത്തോളം ആ ജ്ഞാനം കൊടുക്കണം അത്രത്തോളം മാത്രമേ കൊടുക്കുള്ളൂ. So here it is stated that humans have neither heard nor known of all these forms and manifestations. Now Krishna revealed these wonderful forms. അപ്പൊ സാധാരണ ജനങ്ങളായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അർജുനൻ
ഇങ്ങനത്തെ ഒരു അപേക്ഷ ഭഗവാനുണ്ട്. ആ യൂണിവേഴ്സൽ ഫോം, വിരാട് ഫോം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസാ ചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസാ ചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. യോഗേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഓക്കെ, ബബിത മാതാജി. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസചരാചരം മമ ദേഹേ കുദകേശ യച്ഛാദ്രഷ്ടം ഇച്ഛസി. Okay, and Shantan Gopal Mataji. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസാചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യാത് ദ്രഷ്ടമുച്ഛസി. ഹരേ കൃഷ്ണ പ്രഭുജി. Krishna. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാതി സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. Okay, very good. Simi Mataji. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസാചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കൂ. മലയാളം. അല്ലയോ അർജുന, വായിച്ചോളൂ ചേച്ചി. അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. Very good. Oh Arjuna, whatever you wish to see, behold at once in this body of mine. This universal form can show you whatever you now decide to see and whatever you may want to see in the future. Everything moving and non-moving is here completely in one place. Okay? ചുരുക്കത്തില് ഈ പ്രപഞ്ചം മുഴുവൻ ആ വിരാട് രൂപം നിറഞ്ഞിരിക്കുന്നു. അത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നതും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ എല്ലാവരും കൗരവന്മാർ മുഴുവൻ ഈ വിരാട് രൂപത്തിന്റെ ആ വലിയ ഇതിലേക്ക് ആയലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ അതിൽ തന്നെ അർജുന ഏകദേശം ഐഡിയ കിട്ടി, ഇവരെല്ലാം നശിക്കാൻ പോവാണ്, ആ യുദ്ധത്തിൽ തോൽക്കാൻ പോവാണ്. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? അത് മൂവിങ് ആൻഡ് ചരാചരങ്ങൾ, മൂവിങ് ആൻഡ് നോൺ മൂവിങ് എല്ലാം ആ ദേഹത്തിൽ കാണാൻ പറ്റുന്നു. ജസ്റ്റ് ബിഹോൾഡ് അറ്റ് വൺസ് ഇൻ ദിസ് ബോഡി ഓഫ് മൈൻഡ്. എല്ലാം ഫുള്ളായിട്ട് ഇപ്പൊ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും അചരമായിട്ടുള്ള എല്ലാം ഭഗവാന്റെ ആ ശരീരത്തിൽ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. So no one can see the entire universe while sitting in one place. നമ്മളുടെ ആ കണ്ണിന്റെ റേഞ്ച്, വിഷന്റെ റേഞ്ച് ഈ പ്രപഞ്ചം മുഴുവനെ നമുക്ക് കാണാൻ പറ്റും. വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. പക്ഷെ ഭഗവാൻ അർജുന വിഷൻ കൊടുത്തുകൊണ്ട് ഫുൾ ഇൻ വൺ വിഷനില് ഫുൾ അത് കാണാൻ പറ്റി. അതിനുള്ള നമ്മളുടെ ആ ഇന്ദ്രിയങ്ങള് പവർഫുൾ അല്ല അല്ലേ. ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റും അല്ല, പവർഫുൾ അല്ല. ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ നമ്മളെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഗ്രഹങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ചന്ദ്രനെ കാണുന്നുണ്ട്, സൂര്യനെ കാണുന്നുണ്ട്, വേറെ ചെറിയ ചെറിയ നക്ഷത്രം, അതിന്റെ ഒറിജിനൽ സൈസിൽ നമുക്ക് കാണണ്ടേ. നമ്മൾ സണ്ണിനെ കാണുന്നുണ്ട്, ഒരു പപ്പടത്തിന്റെ വട്ടം, അല്ലെങ്കിൽ മൂണിനെ കാണുന്ന ഒരു പപ്പടത്തിന്റെ. അപ്പൊ അതിന്റെ ഒറിജിനൽ സൈസ് കാണാനുള്ള ആ ശക്തി നമ്മളുടെ
ഇന്ദ്രിയങ്ങൾക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങള് പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് സെൻസസ് അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, ആ കഴിവ്, ആ വിഷൻ, സ്പിരിച്വൽ വിഷൻ ഭഗവാൻ അർജുന് കൊടുക്കുന്നതുകൊണ്ടാണ് അർജുന് ഇതെല്ലാം കാണാൻ പറ്റിയത്. ഒറ്റ ദേഹത്തില്, ഒറ്റ ഇതില്. അല്ലെങ്കിൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ്ട, ഒന്നും വേണ്ട, എല്ലാം ഫുൾ അർജുന് കാണാൻ പറ്റി. ടെക്സ്റ്റ് 8. ന തു മാം സക്ഷ്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാം ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗം ഐശ്വരം. ന തു മാം സക്ഷ്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗം ഐശ്വര്യം. രൂപശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നതു മാം ശക്യസേ ദ്രഷ്ടും ദ്രഷ്ടുമേ നേനൈവ സ്വചക്ഷുഷാം ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഓക്കെ, ശാന്തരൂപൻ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. न तु मां शक्यसे दृष्टो मनोनैव स्वचक्षुषा दिव्यं ददामि ते चक्षु पश्यामि योगमैश्वर्यम्. हरे कृष्णा प्रभु जी. हरे कृष्णा. ओके, पकड़ेगा. यतो मां शक्यसे द्रष्टुं मनेनैव स्वचक्षुषा दिव्यां ददामि ते चक्षु पश्य मे योगमैश्वर्यम्. हरि बोल. बबीता माता जी. न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा दिव्यां ददामि ते चक्षु पश्यामि योगमैश्वरम्. हरि बोल. सिमी माता जी. न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षु पश्य मे योगमैश्वरम्. हरि बोल. ഇതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ആരെങ്കിലും? ഹരേ കൃഷ്ണ. പക്ഷേ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യചക്ഷുഷ നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ. ഹരേ കൃഷ്ണ. Very good. But you cannot see me with your present eyes. Therefore, I give you divine eyes. Behold my mystic operations. ഭഗവാൻ പറയുന്നുണ്ട്, അതായത് ഈ സാധാരണ ചക്ഷു, മാംസ ചക്ഷുകളെ കൊണ്ട് എൻ്റെ ഈ ദിവ്യമായിട്ടുള്ള രൂപം ഉൾക്കൊള്ളാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദിവ്യമായിട്ടുള്ള ചക്ഷു തരുന്നു. ബിഹോൾഡ് മൈ മിസ്റ്റിക് ഓപ്പറേറ്റ്സ്. നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് ഇപ്പോൾ ഒരു റൂമിലാണ് നമ്മൾ, അതിൻ്റെ ആ റൂമിന്റെ പുറത്ത് എന്താണ് നമുക്ക് കാണാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അടുത്ത റൂമിൽ എന്താണ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ലിമിറ്റഡ് ഉണ്ട്, എല്ലാം. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്, ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പലതും കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കും. അതുകൊണ്ട് നമ്മളുടെ അറിവ് ലിമിറ്റഡ് ആണ്, നമ്മളുടെ അറിവ് ഇംപെർഫെക്റ്റും ആയിരിക്കും. എല്ലാം ഇംപെർഫെക്റ്റ് ആവണമെന്നില്ല, അതായത് മിക്കതും ഇംപെർഫെക്റ്റ് ആയിരിക്കും. എന്തിനാ ഒരു ഫ്ലവർ വേസ് നമ്മൾ റൂമിന്റെ ഒരു കോർണറിൽ വെക്കുകയാണ്, ഒരു പുതിയ ആളോട് അതെന്താ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണോ നാച്ചുറൽ ഫ്ലവർ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അടുത്ത് ചെന്ന് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ. അത്രയുള്ളൂ നമ്മളുടെ പവർ, ഐസൈറ്റ്. ഇവിടെ ഭഗവാൻ അർജുനന് ആ ഡിവൈൻ ഐസ് കൊടുത്തുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. സോ a pure devotee does not like to see Krishna in any form except his form. With two hands, a devotee must see his universal form by his grace, not with the mind but with spiritual eyes. പ്രഭാത പറയുന്നത്, ഒരു ശുദ്ധ ഭക്തൻ എന്താണ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ ആ പ്ലസന്റ് ആയിട്ടുള്ള ഫോം കാണുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തി, സമാധാനം, ആനന്ദം പകരുന്ന ഫോം.
ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കാളിയുടെ ടെമ്പിളിൽ പോയിട്ട് ആ ഘോരമായിട്ടുള്ള ഗ്യാസ്ലി ഫോം, നമുക്കതിൽ ഇതില്ല, നമുക്കൊരു തൃപ്തിയില്ല. അത് ആരാണ് അങ്ങനെ ആ ഫോമിനെ ആരാധിക്കുന്നത്? ദോസ് ഹു ആർ ഇൻ ദ മോഡ് ഓഫ് ഇഗ്നോറൻസ്, തമോ ഗുണത്തിലുള്ള ആൾക്കാരായിരിക്കും അങ്ങനത്തെ ഫോമിനെ ആരാധിക്കാൻ പോകുന്നത്. സത്വഗുണത്തിലെ ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവിടെ പോകും ഭഗവാൻ കൃഷ്ണന്റെ ശ്യാമസുന്ദരം, ഓക്കെ, രാധാ വല്ലഭ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, രാധാ ദാമോദർ, ഓൾ ബ്യൂട്ടിഫുൾ, വെരി അട്രാക്റ്റീവ് അല്ലെ? ആ ഫോമിലായിരിക്കും എല്ലാവർക്കും താല്പര്യം. കാരണം അവർ സത്വഗുണത്തിലായതുകൊണ്ട്. തമോ ഗുണത്തിലാണെങ്കിൽ ഇങ്ങനെ ഗ്യാസ്ലി ഫോം, രജോ ഗുണത്തിലാണെങ്കിൽ എന്താണ്, ദേവി ദേവന്മാരുടെ ഫോമിലും ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഗ്യാസ്ലി അല്ല, നോർമൽ ആയിട്ടുള്ളത്. പക്ഷേ ഭക്തന്മാർക്ക് എന്താണ് ഇഷ്ടം? എപ്പോഴും ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള ഓൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഫോമായിരിക്കും. അപ്പൊ എന്താണ്, എ പ്യൂർ ഡിവോട്ടി ഡസ് നോട്ട് ലൈക്ക് ടു സീ കൃഷ്ണ ഇൻ എനി ഫോം എക്സെപ്റ്റ് ഹിസ് ഫോം വിത്ത് 2 hands. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ, 4 കൈ വേണമെന്നുള്ളത്. വിഷ്ണു ഫോം എല്ലാം, നാരായണ ഫോം എല്ലാം ചതുർഭുജ ഫോമിലാണ്. ഓക്കെ, അത് കണ്ടാലേ നമ്മൾക്ക് ഭഗവാന്റെ ഒരു ഇത് വരുള്ളൂ. പക്ഷെ ഭഗവാന്റെ ഒറിജിനൽ ഫോം 2-handed ഫോമാണ്. പക്ഷെ ആ ഫോമിന് മാത്രമേ നമുക്ക് ഏത് വിധത്തിലും ഭഗവാനായിട്ട് നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റെസിപ്രോക്കൽ ഡീലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. വിഷ്ണു ആണെങ്കിൽ അത് ഭഗവാനായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായി, റെഫറൻഷ്യൽ ആയിട്ട്, ഓക്കെ, റെസ്പെക്ട്, റെഫറൻസ് റെഫറൻസ് ഒക്കെയാണ് വരിക. അവിടെ നമുക്ക് എല്ലാ ഭാവങ്ങളിലും എല്ലാ രസങ്ങളിലും വിഷ്ണുവായിട്ട് നമുക്ക് സമ്പർക്കം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ഏത് രസത്തിനും ഭഗവാനായിട്ട് നമുക്ക് ഒരു ബന്ധമാണ്. അത് ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, എല്ലാറ്റിലും അവനവന്റെ ആ സ്വരൂപം അനുസരിച്ചിട്ട്, അവനവന്റെ ആ രസം അനുസരിച്ചിട്ട് അവർക്ക് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെ? ഗോപികമാർക്ക് എന്തല്ലേ മാധുര്യഭാവത്തിനും, എൽഡർലി ഗോപീസ് ലൈക്ക് യശോദമായ, എൽഡർലി ഗോപാസ് ലൈക്ക് നന്ദ മഹാരാജ്, അതേപോലെ ദേവകി, വസുദേവർ, അവർക്കൊക്കെ എന്താ വാത്സല്യഭാവത്തിലെ. പിന്നെ സഖ്യഭാവത്തില് നമ്മുടെ അർജുനൻ വൃന്ദാവനത്തില് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സിലെ സുബല, മധുമംഗള, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് സഖ്യഭാവത്തിൽ. ദാസ്യഭാവത്തിലുള്ള ആൾക്കാരുണ്ട്, ഭഗവാൻ ദാസനായിട്ടുള്ളത്. അതേപോലെ അതിനും താഴെയാണ് ശാന്തഭാവം. ശാന്തഭാവം എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് സ്റ്റേറ്റിലുള്ള ഒരു ഇത്, ഭഗവാന്റെ പാരഫെർനാലിയ, ഈവൻ പേഴ്സണാലിറ്റീസ്, അവരെല്ലാം പേഴ്സണാലിറ്റീസ് ആണ്. പാരഫെർനാലിയ, ഇപ്പൊ ബലറാം എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബലറാമാണ് ധാമായിട്ടും മറ്റുള്ള പാരഫെർനാലിയായിട്ടും ഒക്കെ അനന്തശേഷനൊക്കെ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. അവിടേക്ക് എന്താ ഒരു ഒന്നല്ലെങ്കിൽ ദാസ്യഭാവത്തിലും അതിലും താഴെയുള്ള, അല്ലെങ്കിൽ ശാന്തഭാവത്തില് ഒരു പാസീവ് സ്റ്റേറ്റിലായി. അപ്പൊ ഇത് ഭഗവാന്റെ 2-handed ഫോമിൽ മാത്രമേ നടക്കുള്ളൂ. ഭഗവാന്റെ 4-handed ഫോമിലുള്ള വിഷ്ണു തത്വം അല്ലെങ്കിൽ നാരായണന്റെ ആ ഫോമാണെങ്കിൽ ഏതായിരിക്കും? നമ്മളുടെ അവിടെ എന്തായിരിക്കും? ഓൻ റെവറൻസ് ആയിരിക്കും, ഐശ്വര്യം. ഓക്കെ, ഭഗവാനെ ദാസ്യഭാവത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സഖ്യഭാവത്തിലോ അല്ലെങ്കിൽ മാധുര്യഭാവത്തിലോ വാത്സല്യഭാവത്തിലോ കാണാൻ പറ്റില്ല. അതാണ് പറ്റുക. അതുകൊണ്ടാണ് എല്ലാ ഡിവോട്ടീസും ഭഗവാന്റെ 2-handed ഫോമിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. സോ എ ഡിവോട്ടി മസ്റ്റ് സീ ഹിസ് യൂണിവേഴ്സൽ ഫോം ബൈ ഹിസ് ഗ്രേസ്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഈ വിരാട് രൂപം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോമിനെ കാണാൻ പറ്റില്ല. നോട്ട് വിത്ത് ദ മൈൻഡ് ബട്ട് വിത്ത് സ്പിരിച്വൽ ഐസ്. മനസ്സിലല്ല, അത് ശരിക്കുള്ള സ്പിരിച്വൽ വിഷനിലൂടെയാണ് വിരാട് രൂപം കാണുന്നത്. ടു സീ ദ യൂണിവേഴ്സൽ ഫോം ഓഫ് കൃഷ്ണ, അർജുന is told not to change his mind but his vision. മനസ്സല്ല അവിടെ പരിവർത്തനം സംഭവിക്കേണ്ടത്, വിഷൻ, ദൃഷ്ടി. അതിന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഒരു ദിവ്യ ചക്ഷു ഭഗവാൻ അർജുന കൊടുത്തു. The universal form of Krishna is not very important, but that will be clear in subsequent verses. Yet, because Arjuna wanted to see it, the Lord gives him the particular vision required to see that universal. അപ്പൊ അതത്ര വലിയ പ്രാധാന്യമുള്ളൊരു വിഷൻ എന്നല്ല, ഒരു കാര്യമല്ല. പക്ഷെ എങ്കിലും അർജുനൻ ആവശ്യപ്പെട്ടതുകൊണ്ട്
ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു. Devotees who are correctly situated in a transcendental relationship with Krishna are attracted by loving features, not by godless display of opulence. The playmates of Krishna, the friends of Krishna, and the parents of Krishna never want Krishna to show his opulence. വൃന്ദാവനത്തെ ഭക്തന്മാരുടെ ആ ഒരു ഡീലിങ്സ്, ഓക്കെ, ആദാൻ പ്രധാൻ എന്താണ് ഭഗവാനായിട്ടല്ല കാണുന്നത്. അവരുടെ വാത്സല്യം, അവരുടെ മാധുര്യം, അവരുടെ ദാസ്യഭാവം, അവരുടെ സഖ്യഭാവം so much high that the opulences of the Supreme Lord goes under the carpet. Carpet അടിയിൽ പോകും. It gets eclipsed. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എത്ര തന്നെ അവിടെ ഓപ്പുലൻസ്, ഐശ്വര്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും അവരെ ഏൽക്കില്ല. കാരണം വെച്ചാൽ അവരുടെ വാത്സല്യഭാവം അല്ലെങ്കിൽ സഖ്യഭാവം അല്ലെങ്കിൽ ദാസ്യഭാവം അല്ലെങ്കിൽ മാധുര്യഭാവം സോ ഹൈ കമ്പയർഡ് ടു ദ ഓപ്പുലൻസ് ഓഫ് ദി സുപ്രീം ലോർഡ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാനെ ഭഗവാനായിട്ട് കാണാൻ പറ്റില്ല. ഭഗവാനും അതന്നെ ആഗ്രഹിക്കുന്നത്. ഞാൻ വൃന്ദാവനത്തിലെ ഭഗവാനല്ല, ഇവരുടെ ഇത് തൻ്റെ ഭക്തന്മാരായിട്ട് ഈക്വൽ ലെവലില് ഇത് നല്ല രസത്തില് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ തൻ്റെ ഭഗവത്വം മറച്ചു വെക്കണം. സോ ഹി ഫോർഗെറ്റ്സ്. ഭഗവാന്റെ സ്വയം യോഗമായ പൊട്ടൻസി കൊണ്ട് ഭഗവാൻ ഇതെല്ലാം മറന്ന് ഒരു സാധാരണ ലെവലുള്ള കൂട്ടുകാരന്മാരെ പോലെ, മകനെ പോലെ, ലവറെ പോലെ അവിടെ പെരുമാറുന്നു. അതിൽ കിട്ടുന്ന ആനന്ദം ഭഗവാന്റെ ആ ഫോമിനും ഭക്തന്റെ ഫോമിനും കിട്ടില്ല. അതന്നല്ലേ, അതായത് അർജുനൻ അതേവരെ സഖ്യഭാവത്തിലായിരുന്നു, അതായത് ഈ വിരാട് രൂപം കാണുന്നവരെ. അപ്പോ ഇത്രയും കാലം ആ സഖ്യഭാവത്തിൽ നിന്ന അർജുനൻ വിരാട് രൂപം കണ്ട ഉടനെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് ദാസ്യഭാവത്തിലേക്ക് പോയി അല്ലേ. കൃഷ്ണൻ തൻ്റെ കൂടെ ഉള്ള എൻ്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള കൃഷ്ണൻ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ലെവലിൽ നിന്ന് എവിടെ നിന്ന് താഴേക്ക് പോന്നു, നേരെ ദാസ്യഭാവത്തിലേക്ക് വന്നു. വൃന്ദാവനത്തിൽ അത് നടക്കില്ല. കാരണം അവരുടെ ഈ രസങ്ങള്, അതായത് വാത്സല്യമായാലും ശരി, ദാസ്യമായാലും ശരി, സഖ്യമായാലും ശരി, മാധുര്യം ഏതാണെങ്കിലും ശരി, അതെല്ലാം അതിനെ കവച്ചു വെക്കുന്നു. അതുകൊണ്ട് അവരൊരിക്കലും ഭഗവാനായിട്ട് കാണുന്നില്ല, ഭഗവാനും അത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു ലീലകളിലാണ് രണ്ടുപേർക്കും ആസ്വാദനം കിട്ടുന്നത്, ആനന്ദം കിട്ടുന്നത്. So devotees who are correctly situated in the transcendental relationship with Krishna are attracted by loving features, not by godless display of opulences. So the playmates of Krishna, the friends of Krishna and parents of Krishna never want Krishna to show his opulences. They are so immersed in pure love that they do not even know that Krishna is supreme personality. അവർ അത്രയും ആ ഒരു ശുദ്ധ ഭക്തിയില്, അതായത് ആ ഇതിൽ കടക്കാണ്. അതുകൊണ്ട് ഭഗവാനാണെന്ന് മനസ്സിലാവുന്നില്ല, കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ളത് അവര് മറന്നുപോയി. In the Srimad Bhagavatam, it is stated that the boys who play with Krishna are all highly pious souls, and after many births, they are able to play with Krishna. Such boys do not know that Krishna is supreme personality of God. They take him as a personal friend. Therefore, Sukadeva Goswami recites this verse. അതായത് എന്താണ് ശ്രീമദ് ഭാഗവത്തില്, അതായത് ഭഗവാന്റെ കൂടെയുള്ള ഗോപബാലന്മാരെല്ലാം, ഫ്രണ്ട്സ് സർക്കിളിൽ എല്ലാവരും സാധാരണ ഹൈലി പയസ് സോൾസ് ആണ്. എത്രയോ ജന്മാന്തരം ഭഗവാനെ ആഗ്രഹിച്ച, ഭഗവാന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് തപസ് ചെയ്തിട്ടുള്ള പയസ് സോൾസ് ആണ്. അതെ, ഗോപികമാര് ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള, ആയത് എപ്പോഴും എൻഡോറേജിലുള്ള ആ ഗോപികമാരുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതേപോലെ തപസ് ചെയ്ത് പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ള പയസ് സോൾസ് ഉണ്ടായിരിക്കും. ഋഷിചാരി ഗോപികമാരുണ്ടായിരുന്നു, ശ്രുതിചാരി ഗോപികമാരുണ്ടായിരുന്നു. ഓക്കെ, ശ്രുതി പേഴ്സണിഫൈഡ്, അവര് ഗോപികമാരായി വന്നിട്ടുണ്ട്. ഋഷികള് ദണ്ഡകാരണ്യത്തിലുള്ള ശ്രീരാമ ഭഗവാന്റെ അവതാര സമയത്ത് ഒരുപാട് ഋഷിവര്യന്മാര് ഭഗവാനെ, അതായത് അവരും ഫീമെയിൽ ആവണം, ഭഗവാനെ വരനായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ഭഗവാൻ രാമൻ എന്താ പറഞ്ഞത്?
രാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു ഈ അവതാരത്തിൽ നടക്കില്ല. ഞാൻ ഏകപത്നി വ്രതം എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ദ്വാപരയുഗത്തിൽ ഞാൻ കൃഷ്ണ ഭഗവാനായിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം ഉൾക്കൊള്ളാം. അപ്പൊ അവരെല്ലാം ആ ഋഷിവര്യന്മാരെല്ലാം ഗോപികമാരായിട്ട് വന്നു. അതുപോലെ ശ്രുതി, വേദാസ് പേഴ്സണിഫൈഡ്, ശ്രുതിചാരി ഗോപീസ്, അവരും ഗോപികമാരായിട്ട് വന്നു ഭഗവാന്റെ ഈ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ ഭഗവാന്റെ വളരെ പേഴ്സണൽ ഇന്നർ സർക്കിളിലെ ഡിവോട്ടീസ് എല്ലാം അത്രയും പയസായിട്ട് ജീവിച്ചിട്ടുള്ള ആത്മാക്കളാണ്. എത്രയോ കാലങ്ങള് ഒരുപാട് തപസ് ചെയ്തിട്ട് ഭഗവാനെ വരനായിട്ടോ അല്ലെങ്കിൽ മകനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ് വരേണ്ട. സോ ആഫ്റ്റർ മെനി ബേർത്ത് they are able to play with Krishna. സാധാരണ ആൾക്കാരല്ല എന്ന് പറഞ്ഞു വരികയാണ്. Such boys do not know that Krishna is supreme personality. അവർക്കറിയില്ല ഈ കൃഷ്ണൻ ഇന്ദ്രന് മനസ്സിലായില്ല. ബ്രഹ്മാവാണ് ഭഗവാനെ വിളിച്ചു വരുത്തിയത്. ആ ബ്രഹ്മാവിന് കൂടി അമളി പറ്റി, ഭഗവാൻ കൃഷ്ണനെ മനസ്സിലായില്ല. So they take him as a personal friend. Therefore Sukadeva Goswami recites this verse. ഇത്തം സദം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദേവതേന മായാശ്രിതാനാം നരതാരകേന രാഖം വിജ്ജരു കൃത പുണ്യപുഞ്ച. Here is the supreme person who is considered the impersonal Brahman by great sages, supreme personality of Godhead by devotees, and a product of material nature by ordinary men. എന്താണ് പറയുന്നത്? സുഖദേവ് ഗോസ്വാമി എന്താ പറയുന്നത്? ഹിയർ ഈസ് ദ സുപ്രീം പേഴ്സൺ. ആരെ? കൃഷ്ണൻ. മായാവാദികളെ എന്തായിട്ട് കാണുന്നു? ഇമ്പേഴ്സണൽ ബ്രഹ്മൻ, ബ്രഹ്മജ്യോതിയായിട്ട് കാണുന്നു. ഓക്കെ. അതേപോലെ ഭക്തന്മാരെ പൂർണ്ണ പുരുഷോത്തം ഭഗവാനായിട്ട് കാണുന്നു. പിന്നെ സാധാരണ ആൾക്കാരെ എ പ്രൊഡക്റ്റ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. എന്താണ് പ്രൊഡക്റ്റ് ഓഫ് മെറ്റീരിയൽ നേച്ചർ? അതായത് ഈ പ്രകൃതിയുടെ കീഴിൽ വരുന്ന, അതായത് പ്രകൃതി ഭഗവാന്റെ രൂപം എടുക്കുമ്പോൾ കൃഷ്ണനായിട്ട് അവതരിക്കുന്നു. അപ്പോൾ ആരാണ് സുപ്പീരിയർ? പ്രകൃതിയാണോ കൃഷ്ണനാണോ? പ്രൊഡക്റ്റ് ഓഫ് മെറ്റീരിയൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ് സുപ്പീരിയർ? അവരുടെ അഭിപ്രായ പ്രകാരം മായ, അല്ലെ? നേച്ചർ, പ്രകൃതിയാണ് സുപ്പീരിയർ. ആ പ്രകൃതി രൂപം എടുക്കുമ്പോൾ കൃഷ്ണനായിട്ട് വരുന്നു. ആക്ച്വലി ആരാണ് സുപ്പീരിയർ? ഭഗവാൻ കൃഷ്ണൻ. എന്താണ് പ്രമാണം? ഭഗവാൻ കൃഷ്ണനാണ് സുപ്പീരിയർ ടു പ്രകൃതി. എന്താണ് പ്രമാണം? ഭഗവത്ഗീത. ദൈവീഹേഷ ഗുണമയി, അതാണ് മമമായ. ഒരെണ്ണം കൂടെ ഉണ്ട്, വിട്ട് കിട്ടുന്നില്ല. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ ചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. മയ അധ്യക്ഷേണ പ്രകൃതി, എന്റെ സൂപ്പർവിഷനാണ് ഈ പ്രകൃതി ചലിക്കുന്നത്, ഈ ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ പ്രകൃതി സുപ്പീരിയർ ആകും? ഭഗവാൻ ക്ലിയർ ആയിട്ട്, അതായത് എന്റെ അധ്യക്ഷതയിലാണ്, എന്റെ സൂപ്പർവിഷനിലാണ്, എന്റെ അധീനത്തിനാണ് പ്രകൃതി, അതായത് ഈ നേച്ചർ, മെറ്റീരിയൽ നേച്ചർ. പിന്നെ എങ്ങനെ സാധാരണ ആൾക്കാര്, അതായത് പ്രകൃതിയാണ് സുപ്പീരിയർ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പക്ഷെ അങ്ങനെ കാണുന്ന ആൾക്കാർ ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ ആൾക്കാർ അവരുടെ ആ തലമനുസരിച്ചിട്ട് ഭഗവാനെ ഇന്ന രൂപത്തിൽ ഇന്ന രീതിയിൽ കാണുന്നു. Now these boys who have performed many pious activities in their past lives are playing with that supreme personality of God at Srimad Bhagavatam 10.12.11. അഹോഭാഗ്യം നന്ദ ഗോപ പ്രജോകശം യന്മിത്രം പരമാനന്ദം പൂർണ്ണ ബ്രഹ്മ സനാതനം. എത്ര ഭാഗ്യമാണ്! അഹോഭാഗ്യം. എത്ര ഹൗ ഫോർച്ചുനേറ്റ് ആർ ദീസ് സോൾസ്, അല്ലെ? എത്ര ഭാഗ്യമാണ് ഈ വൃന്ദാവനത്തിൽ ജനിച്ചിട്ടുള്ള ഈ ബ്രജവാസികളെ എത്ര ഭാഗ്യന്മാരാണ്. എന്താണ് യന്മിത്രം പരമാനന്ദം? അതായത് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരാളായിട്ട് ഇവിടെ ജനിച്ചിരിക്കുന്നു, ലീലകളാടുന്നു. ആരാണത്? പൂർണ്ണ ബ്രഹ്മ സനാതനം, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്. അപ്പോ നന്ദ മഹാരാജാവിന്റെ ആംഗണത്തില്
ഈ സഖമാരെല്ലാം കൂടിയിട്ട് കളിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നു അല്ലെ. അപ്പോ ഈ വ്രജവാസികൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. അപ്പൊ അവരെങ്ങനെയാണ് they have performed so much of pious activities for so many lifetimes, many pious activities in their past lives. എന്നാണ് അവര് ആ സുപ്രീം പൂർണ്ണ പുരുഷോത്തം ഭഗവാന്റെ കൂടെ കളിക്കുന്നു. അതിനുള്ള ഭാഗ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശ്രീമദ് ഭാഗവതത്തില് സുദേവ് ഗോസ്വാമി പറയുന്നു. So the fact is that the devotee is not concerned with seeing the Vishwarupa, the universal form, but Arjuna wanted to see it to substantiate Krishna's statement so that in the future people could understand that Krishna not only theoretically or philosophically presented himself as a supreme, but actually presented himself as such to Arjuna. Appo in future generation വേണ്ടിയിട്ടും, അതായത് ഇങ്ങനെ സംശയിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും, നിരീശ്വരവാദികൾ ഉണ്ടാകും അല്ലെ, പാഷണ്ഡികൾ ഒരുപാടുണ്ടാവും. അപ്പൊ അവരുടെ ഒരു സംശയം നിവാരണത്തിന് വേണ്ടി കൂട്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു രൂപം കാണിച്ചത്. അതായത് നേച്ചർ അല്ല ഓൾ ഇൻ ഓൾ, ദർ ഇസ് സംബഡി ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, ശക്തി മാത്രമല്ല, നേച്ചർ പറഞ്ഞത് ശക്തി എനർജി മാത്രമല്ല, ആ എനർജിക്ക് പിന്നാലെ ഒരു ശക്തിമാനും കൂടി ഉണ്ട്. ഈസ് ദ റിയൽ പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തിയററ്റിക്കിന് മാത്രമല്ല, ഭഗവത്ഗീതയിലെ തിയററ്റി മാത്രമല്ല, ഒരു പ്രാക്ടിക്കൽ ഒരു ലൈവ് പെർഫോമൻസും കൂടി ഇവിടെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അർജുനന് മാത്രമല്ല, ബാക്കി വരുന്ന എല്ലാ ജനറേഷനും കൂടിയിട്ടാണ് ഈ ഒരു actual presentation, practical. So Arjuna must confirm this because Arjuna is the beginning of the Parampara system. എന്തുകൊണ്ടാണ് Arjuna is the beginning of Parampara system? എന്തുകൊണ്ടാണ് ഇവിടെ പ്രഭുപാദ് അങ്ങനെ പറയാൻ കാരണം? അർജുനന് ആദ്യം ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. ആദ്യം ഭഗവത്ഗീത അർജുനനാണ് പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ടാണോ? അല്ലല്ല, ഭഗവത്ഗീത അതിനു മുമ്പ് സൺ ഗോഡിന് പറഞ്ഞു കൊടുത്തു കൊണ്ട് ഭഗവത്ഗീതയിൽ തന്നെ ഇല്ലേ? ഏവം പരമ്പരാ പ്രാപ്തം ഇമാം രാജശ്രയോ വിധു സ കാലനേഹമാത യോഗോ നഷ്ട പരന്തപ. ഈ ഭഗവത്ഗീത പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂര്യഭഗവാൻ എത്രയോ ബില്യൺ ഇയേഴ്സ് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം ഇറ്റ് ഗോട്ട് ലോസ്റ്റ്. അപ്പൊ രണ്ടാമത്തെ തവണ വീണ്ടും ഇത് ഒരു പുതിയ പരമ്പര അർജുനൻ ാണ് തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആദ്യം പറഞ്ഞു കൊടുത്ത ആ ഭഗവത്ഗീത നിർദ്ദേശങ്ങളും ഉപദേശങ്ങളെല്ലാം ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, കാലാന്തരത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി അർജുന, ഞാൻ ഒരു പുതിയ പരമ്പര നിന്നിൽ നിന്ന് തുടങ്ങുകയാണെന്ന്. അതാണ് അർജുന ഇസ് ദ ബിഗിനിങ് ഓഫ് ദ പരമ്പര സിസ്റ്റം. ആദ്യത്തെ പരമ്പര ഡൈലൂട്ടഡ് ആയി, ഗോട്ട് ലോസ്റ്റ്. So those who are actually interested in understanding the Supreme Personality of God, Krishna, and who follow in the footsteps of Arjuna should understand that Krishna not only theoretically presented himself as the Supreme, but actually revealed himself as the Supreme. Theoretically മാത്രമല്ല, അത് ശരിക്കും കാണിച്ചു കൊടുത്തു. The Lord gave Arjuna the necessary power to see his universal form, because he knew that Arjuna did not particularly want to see it, as we already explained. അർജുനന് വേണ്ടിയിട്ടല്ല അത്. നേരത്തെ പ്രഭുപാദ പുറപ്പെട്ട് പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾക്ക് പല സംശയങ്ങളും, ഇപ്പൊ തിയറി കുറെ പറഞ്ഞു കൊടുത്തു, കുറെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടായില്ല. അപ്പൊ അർജുനന് ഈ വിരാട് രൂപം കാണിച്ചു അർജുനൻ അതിനെപ്പറ്റി വർണ്ണിക്കുമ്പോ സാധാരണ ജനങ്ങൾക്ക് അതിന് വിശ്വാസം വരും. വളരെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ്. ആ അർജുനൻ തന്നെ പതറിപ്പോയി, അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടു പോയി ഈ വിരാട് രൂപം കണ്ടപ്പോൾ. പിന്നെ അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖ്യഭാവത്തിൽ നിന്ന് പെട്ടെന്ന് ദാസ്യഭാവത്തിലേക്ക് വരാണ്. എന്നിട്ട് പറഞ്ഞു പ്ലീസ്, അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ച് തന്റെ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയാണ്. എന്നിട്ട് 400 ഫോം വന്നു, അതിലും തൃപ്തിയില്ല. എന്നിട്ട് ഒറിജിനൽ 200 ഫോമിലേക്ക് ഭഗവാൻ വരാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 9 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, प्रभात की जय, गुरु महाराज की जय हो, प्रेम नंदे हरि हरि हरे कृष्ण.